രാവിലെ തന്നെ സൂര്യപ്രകാശമൊക്കെ ഒന്ന് റൂമിലോട്ട് കയറാനാണെങ്കിൽ ജനലൊക്കെ അങ്ങ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അത് തുറന്നപ്പോൾ മുഖത്ത് വെട്ടടിച്ചു എന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റ് ഒന്നും കൂടെ നീട്ടി വലിച്ച് തിരിഞ്ഞ് കിടന്നുറങ്ങുന്നതിൻ്റെ കെട്ടി ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഉടനെ തന്നെ അങ്ങോട്ട് ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. നമുക്കിവിടെ ഓരോരുത്തർക്കും ഓരോ ബെഡ്ഷീറ്റാണ്, അത് ഓരോരുത്തരുടെ സൈസിനാണ്. എനിക്ക് റെഡ് കളറ്, റംസാനൊക്കെ ഒരു യെല്ലോ ഉണ്ട്, റിതാൻ്റെതാണ് ഈ വൈറ്റ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ സൈസിനനുസരിച്ചാണ്. അപ്പോൾ റിതാൻ്റെ ബെഡ്ഷീറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റംസാൻ കുഞ്ഞിലെ ഒരു ബെഡ്ഷീറ്റ് മുറിച്ച് 3-4 വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റംസാൻ വലുതായപ്പോൾ മടക്കി വെച്ചിട്ട് ഇപ്പോൾ അത് റിതാന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ പലരും അങ്ങനെ ആയിരിക്കും, മൂത്ത കുട്ടികളുടെ പല സാധനങ്ങളും ഉപയോഗിച്ച് സൂക്ഷിച്ച് വെച്ച് ഇളയവന് ഉപയോഗിക്കും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ റിതാൻ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൻ്റെ ഒരു പുളിച്ചിക്ക് എടുത്തുകൊണ്ട് വന്നേക്കുന്നു. എന്തോ പുളിപ്പാണെന്ന് അറിയാമോ, എന്തിന് കടിച്ച് തിന്നുന്നു. എൻ്റെ പല്ലെല്ലാം പൊളിച്ചു. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വാപ്പത് ആട്ടും കൂടെയൊക്കെ വൃത്തിയാക്കുന്നു. റംസാൻ ആടിനെയൊക്കെ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. വേറൊരു കുട്ടിയും കൂടെ ഉണ്ട് അതിന്. അപ്പോൾ എല്ലാവരും ഓരോ പണികളിലാണ്. അപ്പോൾ ചുമ്മാ ഇരിക്കട്ടെ, ഞാനും പണി ചെയ്തേക്കാന്ന് വിചാരിച്ചു. കാരണം പ്രത്യേകിച്ച് അടുക്കള പണിയൊന്നും ഇല്ല രാവിലെ. അങ്ങനെ റൂമൊക്കെ തൂത്തിറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൂം തൂത്തിറക്കി. നമുക്ക് റൂമിനകത്തൊന്നും ടൈലിട്ടിട്ടില്ലാത്തത് കൊണ്ട് ഒറ്റയടിക്ക് അങ്ങ് തൂത്ത് പുറത്തോട്ട് ഇറക്കാൻ പറ്റത്തില്ല. മണ്ണും ചവറും അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വാരിക്കളയാനേ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് വാരിക്കൊണ്ട് കളഞ്ഞ് ആൾ മൊത്തത്തിലൊന്ന് തൂത്തിറക്കിയതിന് ശേഷം തുടയ്ക്കാമെന്ന് വിചാരിച്ചു. തുടയ്ക്കാൻ വേണ്ടിയിട്ട് മോപ്പ് അന്വേഷിച്ച് കുറേ നേരം അങ്ങനെ നടന്നു. കാരണം നമ്മളൊരു സ്ഥലത്ത് വയ്ക്കും, ഉമ്മ ഒരു സ്ഥലത്ത് വയ്ക്കും. കാരണം നമ്മളിതിപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഓരോ സ്ഥലത്തായിരിക്കും ഓരോ സാധനങ്ങൾ. അങ്ങനെ അതൊക്കെ കണ്ടുപിടിച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ടൊന്ന് അകത്ത് വെച്ചപ്പോഴത്തേക്കും പിന്നെ തറ തുടയ്ക്കുന്ന ലിക്വിഡ് കാണാനില്ല. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഹാൻഡ് വാഷ് എടുത്ത് അങ്ങ് അറഞ്ചും പറഞ്ഞാൽ ബക്കറ്റിലോട്ട് കമത്തി അങ്ങോട്ട് ഒഴിച്ചിട്ട് റൂം ആദ്യം പോയി തുടച്ചിട്ട് വന്നു. എന്നിട്ട് ഹാള് തുടച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നെടുനീളൻ ഹോളായതുകൊണ്ട് പാടാണ്, കുറച്ച് നേരം നിന്ന് തുടയ്ക്കണം. എനിക്ക് തറ തുടയ്ക്കുന്ന പരിപാടി അത്ര താല്പര്യമില്ല, എന്നാലും നമ്മൾ ചെയ്യണമല്ലോ. അപ്പം ഹോളൊക്കെ തുടച്ചിറക്കി. പിന്നെ നേരെ സിറ്റൗട്ടിലോട്ട് വന്ന് അവിടേക്ക് ഒന്ന് തുടച്ചിറക്കി. കസേര എല്ലാം അറേഞ്ച് ചെയ്താൽ പിന്നെ വേറെ പണിയൊന്നുമില്ല, ഇനി റെസ്റ്റ് എടുക്കണം. അപ്പോൾ അത്രയുള്ള വീഡിയോ